മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് കെ.എസ്. ചിത്ര എന്ന സ്വരമാധുരി. ആ ശബ്ദത്തിൽ പിറന്ന ഒരു ഗാനമെങ്കിലും കേൾക്കാതെ നമ്മളിൽ പലരുടെയും ഒരു ദിവസം കടന്നു പോകാറില്ല. 4.5 പതിറ്റാണ്ടുകളായി നമ്മുടെ സർവ്വവികാരങ്ങളെയും തഴുകിയുണർത്തുന്ന ഒരു കുളിർക്കാറ്റായി ആ സംഗീതം നമുക്കൊപ്പമുണ്ട്. എന്നാൽ ഏവരെയും ആനന്ദത്തിലാറാടിക്കുന്ന ആ ശബ്ദത്തിന് പിന്നിൽ കനലെരിയുന്ന ചില വേദനകളുണ്ടായിരുന്നു. സംഗീതയാത്ര തന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ചിത്ര തീരുമാനിച്ച 2 കറുത്ത അധ്യായങ്ങൾ. വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ പാട്ടിന്റെ ലോകം ഉപേക്ഷിച്ച് ദുഃഖാർദ്രമായ മൗനത്തിലേക്ക് അവർ ഉൾവലിഞ്ഞ തീക്ഷ്ണാനുഭവങ്ങളിലൂടെ ഒരു യാത്ര. മകൾ ലോകമറിയുന്ന പാട്ടുകാരിയാകണമെന്ന് സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്വപ്നം കണ്ടയാളായിരുന്നു അച്ഛൻ കൃഷ്ണൻ നായർ. സംഗീതജ്ഞൻ കൂടിയായ അദ്ദേഹമായിരുന്നു ചിത്രയുടെ ആദ്യ ഗുരുവും വഴികാട്ടിയും. സിനിമയിൽ പാടി തുടങ്ങിയ കാലത്ത് ചെന്നൈയിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലേക്ക് ചിത്രയ്ക്കൊപ്പം തണലായി അച്ഛനുമുണ്ടായിരുന്നു. വോയിസ് റൂമിലിരുന്ന് പാടുമ്പോൾ സ്റ്റുഡിയോയ്ക്ക് വെളിയിലിരുന്ന് അച്ഛൻ്റെ മുഖഭാഗം നോക്കിയാൽ പാട്ടിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാക്കാമായിരുന്നു എന്ന് ചിത്ര തന്നെ ഓർത്തെടുത്തിട്ടുണ്ട്. എന്നാൽ ആ സന്തോഷങ്ങൾക്ക് മീതെ അർബുദം നിഴൽ വീഴ്ത്തി. കഠിനമായ രോഗാവസ്ഥയിലും അച്ഛൻ മകൾക്കൊപ്പമുള്ള യാത്രകൾ ഒഴിവാക്കിയില്ല. ഒരിക്കൽ ചെന്നൈ AVM സ്റ്റുഡിയോയിൽ യൂസഫ് അലി കേസരി എഴുതിയ ഗംഗേ അമരൻ ഈണമിട്ട അനുരാഗി എന്ന ചിത്രത്തിലെ ഏകാന്തതേ നീയും അനുരാഗിയും എന്ന മനോഹര ഗാനം റെക്കോർഡ് ചെയ്യുകയാണ്. വരികളും ഈണവും നെഞ്ചിലേറ്റിയ ശേഷം ചിത്ര വോയിസ് റൂമിലേക്ക് കയറി. പതിവ് പോലെ അച്ഛൻ്റെ പ്രോത്സാഹനം പ്രതീക്ഷിച്ച കണ്ണുകൾ വെളിയിലേക്ക് പായിച്ചു. എന്നാൽ അവിടെ കണ്ട കാഴ്ച ചിത്രയുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. കവിളിനെ ബാധിച്ച അർബുദം മോണയിലേക്കും പടർന്നു പിടിച്ച് കടുത്ത വേദനയിലാണ് അച്ഛൻ അവിടെ ഇരിക്കുന്നത്. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുമ്പോഴും മകളെ വേദനിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം കടിഞ്ഞാണിട്ടു. അച്ഛൻ്റെ അവസ്ഥ ചിത്രയെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. ഒരുവിധം പാട്ട് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ചിത്ര ഉറപ്പിച്ചു, ഇനി ഞാൻ പാടുന്നില്ല, ഡാഡിയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കിനി പാടണ്ട. ശേഷിച്ച റെക്കോർഡിങ്ങുകളെല്ലാം റദ്ദാക്കി ചിത്ര അച്ഛനൊപ്പം അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. എന്നാൽ സ്വന്തം വേദനയേക്കാൾ മകളുടെ സംഗീത ജീവിതത്തെ സ്നേഹിച്ച ആ അച്ഛന് അത് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അച്ഛൻ്റെ കണ്ണീരിനും സ്നേഹനിർബന്ധങ്ങൾക്കും മുന്നിൽ ഒടുവിൽ ചിത്രയ്ക്ക് തോറ്റുകൊടുക്കേണ്ടി വന്നു. അന്ന് ഞാൻ പാട്ട് നിർത്തിയിരുന്നെങ്കിൽ അത് അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാകുമായിരുന്നുവെന്ന് പിന്നീട് ചിത്ര ഓർത്തു. 1985 സിന്ധു ഭൈരവി എന്ന തമിഴ് ചിത്രത്തിലെ പാടറിയേൻ പഠിപ്പറിയേൻ എന്ന ഗാനത്തിലൂടെ ചിത്ര തൻ്റെ ആദ്യ ദേശീയ പുരസ്കാരം സ്വന്തമാക്കുന്നത് ആ അച്ഛൻ അഭിമാനത്തോടെ കണ്ടു. തൊട്ടടുത്ത വർഷം 1986 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അച്ഛൻ്റെ വേർപാടിൻ്റെ വേദനയിൽ നിന്ന് സംഗീതത്തിലൂടെ ചിത്ര കരകയറി. 1987 എഞ്ചിനീയറായ വിജയ് ശങ്കറുമായുള്ള വിവാഹം നടന്നു. നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 2022 ആ ജീവിതത്തിലേക്ക് ഒരു കൺമണി എത്തുന്നത്. നന്ദനം സിനിമ റിലീസായ സമയത്ത് ജനിച്ച മകൾക്ക് അവർ നന്ദന എന്ന പേരിട്ടു. ആ കുഞ്ഞിന്റെ കുസൃതികളും ചിരികളുമായിരുന്നു പിന്നീട് ചിത്രയുടെ ലോകം. എന്നാൽ വിധി വീണ്ടും ആ അമ്മയ്ക്ക് മുന്നിൽ വില്ലനായി. 2011 ഏപ്രിൽ 14 ദുബായിൽ വെച്ച് നടക്കുന്ന AR റഹ്മാൻ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ കുടുംബസമേതം എത്തിയതായിരുന്നു ചിത്ര. എന്നാൽ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. താമസിച്ചിരുന്ന വില്ലയിലെ നീന്തൽ കുളത്തിൽ വീണ് 8 വയസ്സുകാരിയായ നന്ദന അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. ഒരമ്മയ്ക്കും താങ്ങാനാകാത്ത ആ പ്രഹരം ചിത്രയുടെ സർവ്വലോകത്തെയും ഇരുട്ടിലാഴ്ത്തി. തൻ്റെ ജീവന്റെ ജീവനായ മകളുടെ വേർപാട് ചിത്രയെ പാടെ തകർത്ത് കളഞ്ഞു. സംഗീതത്തിന്റെ ലോകത്തു നിന്ന് അവർ പാടെ ഉൾവലിഞ്ഞു. ഇനി ഒരിക്കലും ആ ശബ്ദം കേൾക്കാൻ കഴിയില്ലേ എന്ന് ലോകമെമ്പാടുമുള്ള മലയാളി മനസ്സുകൾ ഭയന്നു. മാസങ്ങളോളം മകളുടെ ഓർമ്മകളുടെ മൗനത്തിലായിരുന്നു ചിത്ര. എന്നാൽ ആഴത്തിലുള്ള ആ മുറിവുണക്കാൻ സംഗീതത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയില്ലെന്ന് സ്നേഹനിധികളായ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരെ ബോധ്യപ്പെടുത്തി. അവരുടെ സ്നേഹപൂർവമായ നിർബന്ധങ്ങൾക്ക് മുന്നിൽ ചിത്ര വീണ്ടും സംഗീതത്തിന്റെ പാതയിലേക്ക് തിരികെ നടന്നു. സ്വന്തം കണ്ണീര് കുടിച്ചിറക്കി നമ്മൾ ഓരോരുത്തരുടെയും സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും കൂട്ടായി ആ ശബ്ദം വീണ്ടും ഒഴുകിയെത്തി. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളെയെല്ലാം അതിജീവിച്ച് സംഗീതത്തെ വീണ്ടും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ചിത്ര ഇന്നും ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ അഭിമാനസ്വരമായി തുടരുകയാണ്.